ഇതിനകത്തുള്ള മെയിൻ സംഗതി എനിക്ക് തോന്നുന്നത് CPM നമ്മുടെ നാഷണൽ പൊളിറ്റിക്സിലുണ്ടായിരിക്കുന്ന പോളറൈസേഷൻ, ആ പോളറൈസേഷനെ എങ്ങനെയാണ് BJP തങ്ങളുടെ രാഷ്ട്രീയ നേട്ടങ്ങൾക്ക് ഉപയോഗിച്ചത്. അതിൻ്റെ ബേസിക് ആയിട്ടുള്ള അജണ്ട എന്ന് പറയുന്നത് ഈ ഒരു ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു ഐഡിയോളജിക്കൽ പൊസിഷൻ എടുക്കുക, മുസ്ലിങ്ങളെ അപരസ്ഥാനത്ത് നിർത്തുക, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു സാമുദായികമായിട്ടുള്ള വിഭാഗീയമായിട്ടുള്ള ഒരു സമീപനം കൊണ്ടുവരിക, ആ മട്ടിൽ ഭൂരിപക്ഷ സമുദായത്തിൻ്റെ പിന്തുണ നേടിയെടുക്കാൻ ശ്രമിക്കുക. ഇത് ദേശീയ തലത്തിൽ BJP വളരെ സക്സസ്ഫുൾ ആയിട്ട് നടപ്പിലാക്കിയിട്ടുള്ളതാണ്. RSS വളരെ ശക്തമായി നടപ്പിലാക്കിയിട്ടുള്ളതാണ്. അതിൻ്റെ നിരവധി അജണ്ടകൾ അവർ സമീപകാലത്ത് കൂടുതൽ ഇപ്പോൾ അവരുടെ മിക്കവാറും എല്ലാ കാര്യങ്ങളും CA ആയാലും NRC ആയാലും വഖഫ് കാര്യങ്ങളായാലും ശരി, ഇതിലൊക്കെ തന്നെ അത് വളരെ കൃത്യമായിട്ട് കാണാൻ കഴിയുന്നുണ്ട്. ആ ഒരു രാഷ്ട്രീയം കേരളത്തിൽ BJPക്ക് പയറ്റാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർ അത്രയേറെ ശക്തിയുള്ള പാർട്ടിയല്ല. പക്ഷേ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായത്തെ ആ മട്ടിൽ ഒരുതരം വലതുപക്ഷവൽക്കരിക്കുകയും ആ മട്ടിൽ വർഗീയവൽക്കരിക്കുകയും ചെയ്യുന്ന ശ്രമങ്ങൾ ഇന്ന് നടക്കുന്നുണ്ട്. CPM അറിഞ്ഞോ അറിയാതെയോ ആ അജണ്ടയുടെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. എനിക്ക് തോന്നുന്നു അവരത് ബോധപൂർവം തന്നെ ചെയ്യുന്നൊരു കാര്യമാണ്. മുസ്ലിങ്ങളെ അപരസ്ഥാനത്ത് നിർത്തി കഴിഞ്ഞാൽ കേരളത്തിലെ ഭൂരിപക്ഷ സമുദായമായിട്ടുള്ള ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ഒന്നിച്ചു വരും. അത് ഒരു പക്ഷേ ഇന്നത്തെ സാഹചര്യത്തിൽ തങ്ങൾക്ക് വലിയ ഗുണമായിട്ട് വരും എന്ന് CPM കണക്ക് കൂട്ടുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് അത്തരത്തിലുള്ള അജണ്ടകൾ അവർ പ്രയോഗിച്ചു വന്നിട്ടുള്ളതാണ്. ഒരു പരിധിവരെ അതിലത് വിജയിച്ചിട്ടുണ്ട്. പക്ഷേ ഭാവിയിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇത് വലിയ ദോഷങ്ങളുണ്ടാക്കും. താൽക്കാലികമായിട്ട് ചില നേട്ടങ്ങൾക്ക് വേണ്ടി CPM ഇന്ന് അനുവർത്തിക്കുന്ന ഈ രാഷ്ട്രീയ നയം കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം, കേരളീയ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങേയറ്റത്തെ ആപൽക്കരമായ പ്രവണതകളിലേക്ക് നയിക്കും. ഈ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത് ഉണ്ടാക്കിയിരിക്കുന്ന ആപത്തുകൾ ഒരു ഭാഗത്ത്, പക്ഷെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈഴവ സമുദായത്തിൽ നിന്ന് വലിയ തോതിൽ വോട്ട് പോകുന്നു എന്ന കൺസേൺ CPM-നുണ്ട്. അതിപ്പോൾ ആലപ്പുഴയിലെ, ആലത്തൂരിലെ അല്ലെങ്കിൽ ആറ്റിങ്ങലിലെ ഒക്കെ വോട്ട് കണക്ക് CPM-നെ വല്ലാതെ അലോസരപ്പെടുത്തുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഈഴവ സമുദായത്തിനകത്ത് വലിയ അവരുടെ ഒരു സ്ട്രോങ് ഹോൾഡായിരുന്ന സ്ഥലത്ത് നിന്നാണ് ആ പോക്കുണ്ടാവുന്നത്. അത് പരിഹരിക്കാൻ വെള്ളാപ്പള്ളി എന്ന വ്യക്തിയെ പുകഴ്ത്തലാണ് മാർഗമെന്ന് ആ പാർട്ടി കാണുകയാണോ? CPM-നെ പോലും പാർട്ടിക്ക് ഗ്രൗണ്ട് അറിയാൻ ഇത്ര ശേഷിയുള്ള വേറൊരു പാർട്ടിയുണ്ട്. അവർ വെള്ളാപ്പള്ളി എന്ന വ്യക്തിയെ പുകഴ്ത്തിയാൽ, അദ്ദേഹത്തോട് ചേർന്നിരുന്നാൽ ഈഴവ സമുദായത്തിനുണ്ടായിരിക്കുന്ന ഈ അവിശ്വാസ പ്രശ്നങ്ങളെല്ലാം പോയിക്കൊള്ളുമെന്ന് വിചാരിക്കുകയാണോ? വെള്ളാപ്പള്ളി സത്യത്തിൽ BD ജയസ് ഉണ്ടാക്കി മകനെ എവിടെ ചേർക്കണമെന്ന് കൃത്യമായ പദ്ധതിയിൽ പ്രവർത്തിക്കുന്നയാണല്ലോ. അപ്പം CPM-ന്റെ കണക്കുകൂട്ടലിൽ എവിടെയാണ് പ്രശ്നമുള്ളത്? അല്ല, ഒന്നാമത്തെ കാര്യം, യഥാർത്ഥത്തിൽ കേരളത്തിലെ ഈഴവരായാലും ശരി, മലബാർ തീയരായാലും ശരി, ഈ സമുദായങ്ങൾ രണ്ടും വളരെ ശക്തമായിട്ട് CPM-ൻ്റെ കൂടെ കാലങ്ങളായി അടിയുറച്ചു നിന്ന കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളാണ്, സാമുദായിക വിഭാഗങ്ങളാണ്. എന്തുകൊണ്ട് സമീപകാലത്ത് ഈ സമുദായങ്ങളിൽ നിന്ന് കേരളത്തിലെ പല സ്ഥലത്തുള്ള വോട്ടിൻ്റെ സമീപനം നോക്കിയാൽ നമുക്കാണ് കുറച്ച് ഒരു മാറ്റം വരുന്നത്, CPM-നോടുള്ള വിയോജിപ്പ് വരുന്നുണ്ട്. ആ വിയോജിപ്പിന് ആധാരമായ കാരണങ്ങൾ അനലൈസ് ചെയ്യാവേണ്ടത്. അല്ലാണ്ട് ഈ സമുദായങ്ങളൊക്കെ വർഗീയവൽക്കരിക്കപ്പെട്ടു, ഇവരെല്ലാം RSS-ൻ്റെ ഐഡിയോളജി സ്വാംശീകരിച്ചു എന്ന് ഈ സമുദായങ്ങളുടെ രാഷ്ട്രീയം അറിയുന്ന ആളുകൾ, ഈ സമുദായങ്ങൾ ഇന്ന് വരെ പുലർത്തിയിരിക്കുന്ന വളരെ ശക്തമായിട്ടുള്ള മതേതര പാരമ്പര്യം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പറയാൻ കഴിയില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചിരിക്കുന്നത് CPM-ൻ്റെ അകത്തുണ്ടായിരിക്കുന്ന അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ, CPM ഇന്നെടുക്കുന്ന നിലപാടുകളോടുള്ള വ്യത്യാസമാണ്, അതിനോട് വിയോജിപ്പാണ് പലർക്കും ശക്തമായിട്ടുള്ള ഒരു മറുഭാഗത്തേക്ക് പോകാനുള്ള പ്രവണത കാണിക്കുന്നത്. അതിൽ കോൺഗ്രസിനേക്കാൾ പലരും ഒരുപക്ഷെ BJP-യെ കൂടുതൽ ഓപ്റ്റ് ചെയ്യുന്നുണ്ടാവും. പക്ഷെ അതിന് ഒരേ ഒരു വഴി, വെള്ളാപ്പള്ളി നടേശനെ പുകഴ്ത്തുകയോ അദ്ദേഹം ഞങ്ങളുടെ രക്ഷകനാണെന്ന് വിശ്വസിക്കുകയല്ല. നേരെ മറിച്ച് CPM-നകത്തുണ്ടായിരിക്കുന്ന ആഭ്യന്തരമായ പ്രശ്നങ്ങളെ അതിനെ പരിഹരിക്കാനും തിരുത്താനുള്ള ശ്രമങ്ങൾ വേണം. യഥാർത്ഥത്തിൽ VS-നോടൊക്കെ എടുത്തിരിക്കുന്ന സമീപനം ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നത് പലപ്പോഴും VS-നെ വല്ലാതെ ഉപദ്രവിച്ച ഒരു സമീപനം, VS-നെ വല്ലാതെ ഇടിച്ചു താഴ്ത്തുന്ന സമീപനം, അതൊക്കെ തന്നെ ഇന്നുണ്ടായിരിക്കുന്ന ഈ ഡിസില്യൂഷൻമെൻറ്റ്, VS അടക്കമുള്ള ആളുകളെ അതിശക്തമായിട്ട് ബഹുമാനിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിക്കകത്ത് ഉണ്ടായിരിക്കുന്ന ഈ ഒരു ഡിസില്യൂഷൻമെൻറ്റ്, ആ ഡിസില്യൂഷൻമെൻറ്റിന് കാരണം ഒരു പരിധിവരെ കഴിഞ്ഞ 10-20 വർഷമായിട്ട് പിണറായി അടക്കമുള്ള ആളുകൾ എടുത്ത നിലപാടുകളാണ്. ആ നിലപാടുകൾ CPM-നെ ഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് എത്തിക്കും.